വിഷുവിന് 2 ദിവസം വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വിഷുവിൻ്റെ തലേ ദിവസം ഞാനും ഏട്ടനും കൂടി വീട്ടിലേക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും പോയി. ചെന്ന പാടേതാ നന്നായിട്ട് പൊടിയും അഴുക്കൊക്കെ പിടിച്ച് വലിച്ച് വാരി കിടക്കുക കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ ഏട്ടൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വീട് പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. ഏകദേശം 10-15 ദിവസമായാലും ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട്. അങ്ങനെ പിന്നെ മൊത്തം ഒന്ന് അടിച്ച് വാരലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പഴയ പോലെ പണിയെടുക്കാനും ക്ലീൻ ചെയ്യാനൊന്നും വയ്യ കേട്ടോ. കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഞാൻ കുറച്ചൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ബാക്കി പരിപാടിയൊക്കെ ഏട്ടൻ തുടച്ചും കാര്യങ്ങളൊക്കെ തന്നു. രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ കണിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി ഞങ്ങളിതാ കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് കൃഷ്ണനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാത്രി ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീറ്റ് നമുക്ക് കണി ഉണ്ടാകാൻ മതിയല്ലോ. രാവിലെ ഏട്ടനായിട്ടോ എന്നെ വിളിച്ച് കണിയൊക്കെ കാണിച്ചു തന്നത്. അതും കഴിഞ്ഞ് ഏട്ടൻ പൂജയ്ക്ക് പോയി. ഞാൻ കുറച്ച് നേരം കൂടി വീണ്ടും കിടന്ന് ഉറങ്ങി കേട്ടോ. രാവിലെ തന്നെ ചായക്ക് വെള്ളയപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ പൂജയ്ക്ക് പോയിട്ട് വന്നിട്ട് വേണം ഇനി നമുക്ക് ബാക്കി പരിപാടികൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സദ്യ കഴിക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കൊതി കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ സദ്യ ഓർഡർ ചെയ്യാൻ കിട്ടില്ല എന്നുള്ളതാണ് രാവിലെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ സദ്യ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ തല്ലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ലാസ്റ്റ് നിമിഷം ഞങ്ങൾ സദ്യ രണ്ടുപേരും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുൾ എന്നെ ഹെൽപ്പ് ചെയ്തത് ഏട്ടനാട്ടോ. ഫുൾ പരിപാടികൾ 2 പായസമൊക്കെ ഏട്ടൻ തന്നെയാണ് വെച്ചത്. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി തന്നു, കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു തന്നു. എല്ലാ പരിപാടിയും ഏട്ടൻ തന്നെ ചെയ്തു തന്നു. ഞാൻ അധികം പണിയൊന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് കുറേ നേരം നിന്ന് പണിയെടുക്കാനൊന്നും പറ്റുന്നില്ല. കാല് നന്നായിട്ട് നീര് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ നന്നായിട്ട് അണപ്പും വരുന്നിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും കൃഷ്ണന് ഇതാ ഭക്ഷണം വെച്ച് കൊടുത്തു. അതിന് ശേഷം എന്താ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അവിയൽ, പിന്നെ പച്ചമോര് കലക്കി, പിന്നെ കായയും അതുപോലെ തന്നെ അച്ചയും കൂടി ഉലർത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇഞ്ചിയും പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറിനോട് എനിക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ 2 തരം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അടപ്രഥമനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ പ്രാവശ്യത്തെ സദ്യയൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഏട്ടനൊരു വായ കൊടുത്തിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും തന്നിട്ടോ. എനിക്കാണെങ്കിൽ എപ്പോഴും ഇതുപോലെ ഉരുള തരാറുള്ള കേട്ടോ. പക്ഷേ വലിയക്കാട്ട് ഉരുളയായിരിക്കും, എൻ്റെ വായി കൊള്ളാറില്ല. ബാക്കി 2ാമത്തെ പ്രാവശ്യം കഴിക്കേണ്ടി വരും അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷു ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്